നമ്മളിന്ന് വെഡ്ജിൻ്റെ ഒരു പ്രോബ്ലമാണ് നോക്കാൻ പോകുന്നത്. വെഡ്ജ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ സ്മാൾ ട്രയാങ്കുലർ അല്ലെങ്കിൽ ട്രപ്പിസോഡൽ ക്രോസ് സെക്ഷൻ ഏരിയ ഉള്ളൊരു പീസ് ഓഫ് മെറ്റലാണ്. അത് നമ്മൾ വെയിറ്റൊക്കെ ലിഫ്റ്റ് ചെയ്യാൻ ഇതാണ് അതിൻ്റെ യഥാർത്ഥ റിയൽ ഇമേജ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഹൊറിസോണ്ടൽ ഫോഴ്സ് പി റിക്വയർഡ് ടു റേസ് ആ ലോഡ് 1500 ന്യൂട്ടൺ ലോഡിനെ റേസ് ചെയ്യാൻ വേണ്ടിയുള്ള പി. പിന്നെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ 0.3 അറ്റ് ഓൾ കോണ്ടാക്റ്റ് സർഫസസ്. ആണ് ഈ ക്വസ്റ്റ്യൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം. ഇതിനകത്ത് ലോഡിൻ്റെ വെയിറ്റ് 1500 ന്യൂട്ടൺ താഴോട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ സർഫസുമായിട്ടുള്ള റിയാക്റ്റീവ് ഫോഴ്സ് R1 ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഇതാണ് വെഡ്ജിൻ്റെ സർഫസും ഈ ലോഡും റിയാക്റ്റീവ് ഫോഴ്സ് എപ്പോഴും സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും. R2 ആ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് μ 0.3 ആണ്. 0.3 R2 ഫ്രിക്ഷണൽ ഫോഴ്സ് താഴോട്ട്. നമ്മൾ ഈ വെഡ്ജ് ഇങ്ങോട്ട് കയറ്റുമ്പോൾ ലോഡ് മേളിലോട്ടാണ് പോകുന്നത്. അതിൻ്റെ ഓപ്പോസിറ്റ് എപ്പോഴും മൂവ്മെൻറ്റിൻ്റെ ഓപ്പോസിറ്റായിട്ടായിരിക്കും ഫ്രിക്ഷൻ. ഇതിന് താഴോട്ട് ഫ്രിക്ഷൻ 0.3 R2 ഉണ്ട്. ഇത് താഴോട്ട് പോകുമ്പം ലോഡ് മേളിലോട്ടാണ് പോകുന്നത്. അന്നേരം മൂവ്മെൻറ്റിന് ഓപ്പോസിറ്റായിരിക്കും എപ്പോഴും ഫ്രിക്ഷൻ. അന്നേരം 0.3 R1 താഴോട്ടുണ്ട്. നമ്മൾ ഇക്വിലിബ്രിയം കൺസിഡർ ചെയ്യുമ്പോൾ നെറ്റ് ഹൊറിസോണ്ടൽ ഫോഴ്സും നെറ്റ് വെർട്ടിക്കൽ ഫോഴ്സിൻ്റെയും സമ്മ് 0 ആയിരിക്കും. നമ്മളിപ്പം നെറ്റ് ഹൊറിസോണ്ടൽ ഫോഴ്സ് 0 എന്ന് പറഞ്ഞെടുക്കുകയെന്നുണ്ടെങ്കിൽ R1 റൈറ്റ് സൈഡിലോട്ട് അതെപ്പോഴും പോസിറ്റീവായിരിക്കും R1. പിന്നെ 0.3 R2 കോസ് 10 അത് ലെഫ്റ്റിലോട്ടാണ്, അതായത് നെഗറ്റീവ് -0.3 R2 കോസ് 10 ലെഫ്റ്റിലോട്ട്, അന്നേരം നെഗറ്റീവ്. പിന്നെ R2 സൈൻ ഇത് കോസ് കമ്പോണൻറ്റ്, ഇത് സൈൻ കമ്പോണൻറ്റ് R2നെ റിസോൾവ് ചെയ്യുമ്പോൾ, അന്നേരം R2 സൈൻ ലെഫ്റ്റിലോട്ടായതുകൊണ്ട് നെഗറ്റീവ് -R2 സൈൻ 10 നെഗറ്റീവ് ആയതുകൊണ്ട് ലെഫ്റ്റിലോട്ട് എടുത്ത് =0. നമ്മൾ ഇതിൽ നിന്ന് R2നെ കോമൺ എടുത്തു കഴിഞ്ഞാൽ R1 -R2 3 cos 10 sin 10 =0. ഇനി നമുക്ക് വേണമെങ്കിൽ ഇക്വേഷൻ 1 എന്ന് പറഞ്ഞ് എഴുതാം. അല്ലെങ്കിൽ ഇനി നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ സിംപ്ലിഫൈ ആക്കാം. R1 -R2 ഇൻറ്റു ബ്രാക്കറ്റ്, ഇത് കാൽക്കുലേറ്ററിൽ അടിക്കുമ്പം 0.47 എന്ന് കിട്ടും =0. R1 0.47 R2 എന്ന് കിട്ടും. അതിന് നമുക്ക് വേണമെങ്കിൽ ഇക്വേഷൻ 1 എന്ന് കൊടുക്കാം. ഇനി റിസോൾവിങ് ദ ഫോഴ്സ് അലോങ് വെർട്ടിക്കലി Φfy 0 എന്ന് പറഞ്ഞെടുക്കുമ്പം ഇക്വിലിബ്രിയം കൺസിഡർ ചെയ്യുമ്പം 0.3 R1 താഴോട്ടാണ്, അന്നേരം അത് നെഗറ്റീവ് -0.3 R1. പിന്നെ ഇതിനെ റിസോൾവ് ചെയ്യുമ്പോൾ കോസ് കമ്പോണൻറ്റ് ഇതും സൈൻ കമ്പോണൻറ്റ് ഇതും, അന്നേരം ഇതിൻ്റെ കോസ് കമ്പോണൻറ്റ് മേളിലോട്ടാണ്, അന്നേരം +R2 കോസ് 10 മേളിലോട്ട്. പിന്നെ ഇതിൻ്റെ കോസ് കമ്പോണൻറ്റ് ഇതും ഇങ്ങോട്ടായിരിക്കും സൈൻ കമ്പോണൻറ്റ് താഴോട്ടായിരിക്കും, അന്നേരം അത് നെഗറ്റീവ് ആയിരിക്കും. നെഗറ്റീവ് -0.3 R2 സൈൻ 10. പിന്നെ മറ്റേ നമ്മുടെ ലോഡ് താഴോട്ടാകുമ്പോൾ നെഗറ്റീവ് -500 =0. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചതിനകത്ത് നിന്ന് R1 എന്ന് പറഞ്ഞാൽ 0.47 R2 എന്ന് കിട്ടും. ഇതിനകത്ത് ഈ R1ന് വരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം -0.3 R1 പകരം 0.47 R2 + R2 cos 10 -0.3 R2 sin 10 ഈ അപ്പുറത്ത് പോകുമ്പം 1500. ഇപ്പം നമുക്ക് R2 മാത്രമേ ഉള്ളൂ അൺനോൺ ആയിട്ട്. ഇത് നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ R2ൻ്റെ വാല്യൂ 1894.63 ന്യൂട്ടൺ എന്ന് കിട്ടും. ഇത് വെഡ്ജിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രമാണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ട ലോഡ് P ഉണ്ട്. ഈ വെഡ്ജ് ഇരിക്കുന്ന ഒരു സർഫസിലാണ്, താഴെ ഒരു സർഫസ് കാണും. ആ സർഫസ് കൊടുക്കുന്ന ഒരു നോർമൽ റിയാക്ഷൻ ഉണ്ട്, അതാണ് R3. പിന്നെ ആ ലോഡിൻ്റെ സർഫസ് വെഡ്ജിന് കൊടുക്കുന്ന നോർമൽ റിയാക്ഷനാണ് R2. പിന്നെ ഈ ലോഡ് ഇങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്, അന്നേരം അതിന് ഓപ്പോസിറ്റ് ആയിരിക്കും ഫ്രിക്ഷൻ 0.3 R2 വരച്ച്. പിന്നെ ലോഡ് മൂവ് ചെയ്യുന്ന അങ്ങോട്ട്, ലോഡിനെ വെച്ച് നോക്കുമ്പോഴും വെഡ്ജ് മൂവ് ചെയ്യുന്ന ഇങ്ങോട്ടാണ്, അന്നേരം അതിൻ്റെ ഫ്രിക്ഷണൽ ഫോഴ്സ് 0.3 R2 മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെയും ഇക്വിലിബ്രിയം കൺസിഡർ ചെയ്യുമ്പം നെറ്റ് ഓഫ് സമ്മ് ഹൊറിസോണ്ടൽ ഫോഴ്സും നെറ്റ് ഓഫ് സമ്മ് വെർട്ടിക്കൽ ഫോഴ്സും 0 ആണ്. അന്ന് നമ്മൾ Φfy 0 എന്ന് ചോദിക്കുമ്പം R3 മേളിലോട്ടാണ്, അന്നേരം അത് പോസിറ്റീവ്. R2 ഇത് കോസ് കമ്പോണൻറ്റ് സൈൻ കമ്പോണൻറ്റ്, R2 കോസ് 10 താഴോട്ടാണ്, അന്നേരം അത് നെഗറ്റീവ് -R2
കോസ് 10. ഫ്രിക്ഷണൽ ഫോഴ്സ് ഇവിടെ നിൽക്കുമ്പോൾ ഇതിൻ്റെ ആംഗിൾ 10 ആണ്. ഇത് കോസ് കമ്പോണൻറ്റ്, ഇത് സൈൻ കമ്പോണൻറ്റും ആയിരിക്കും. അന്നേരം സൈൻ കമ്പോണൻറ്റ് മേളിലോട്ടാണ്. അന്നേരം നമ്മൾ പ്ലസ് 0.3 R2 സൈൻ 10 മേളിലോട്ടാണ് ഈസിക്കൽ ടു 0. ഇതിൽ R2 കോമൺ എടുക്കുമ്പം R3 മൈനസ് R2 കോസ് 10 മൈനസ് 0.3 സൈൻ 10 ഈക്വൽ ടു 0. നമ്മൾ R2ൻ്റെ വാല്യൂ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം R3 മൈനസ് 1894.63 ഇൻറ്റു കോസ് 10 മൈനസ് 0.3 സൈൻ 10 ഈസിക്കൽ ടു 0. ഇനി നമുക്ക് R3 ഡയറക്റ്റ് കിട്ടും. R3 ഈസിക്കൽ ടു 1767.15 ന്യൂട്ടൺ എന്ന് കിട്ടും. നമ്മളിനി ഹൊറിസോണ്ടൽ ഫോഴ്സിൻ്റെ സമ്മ് 0 എന്ന് പറഞ്ഞ് എടുക്കുമ്പോൾ സിഗ്മ FI ഈസിക്കൽ ടു 0. അങ്ങനെ -P നമുക്ക് കണ്ടുപിടിക്കേണ്ട -P ലെഫ്റ്റിലോട്ടാണ്. അന്നേരം -P പിന്നെ 0.3 R3 റൈറ്റ് സൈഡിലോട്ടാണ്. അന്നേരം അത് പോസിറ്റീവ് 0.3 R3. പിന്നെ R2 കോസ് കമ്പോണൻറ്റ്, ഇത് സൈൻ കമ്പോണൻറ്റ്. ഇത് R2 സൈൻ കമ്പോണൻറ്റ് റൈറ്റ് സൈഡിലോട്ടാണ്. അന്നേരം പ്ലസ് R2 സൈൻ 10. പിന്നെ 0.3 R2ൻ്റെ കോസ് കമ്പോണൻറ്റ്, ഇത് സൈൻ കമ്പോണൻറ്റ് ഇങ്ങോട്ടുമാണ്. 0.3 R2 കോസ് കമ്പോണൻറ്റ് റൈറ്റ് സൈഡിലോട്ടാണ്. അന്നേരം പോസിറ്റീവാണ്. പ്ലസ് 0.3 R2 കോസ് 10 ഈസിക്കൽ ടു 0. അന്നേരം ഇതിനകത്ത് നമുക്ക് R2ൻ്റെ വാല്യൂ അറിയാം, R3ൻ്റെ വാല്യൂ നമ്മളിപ്പം കണ്ടുപിടിച്ച് എല്ലാം കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം Pൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1418.90 ന്യൂട്ടൺ എന്ന് കിട്ടും.